സർ Hey, you okay, Amir? അയ്യോ സൂര്യ സൂര്യ അല്ലേ സർ? അതെ. പഠിപ്പിച്ച ടീച്ചർ അച്ഛനമ്മ ഇവരുടെ കാലം തൊട്ടേ വന്ദിക്കാവൂ. ദാറ്റ് ഈസ് ഐഡിയൽ അച്ഛനമ്മ ടീച്ചർ ആണെങ്കിൽ മാത്രം. ഇവന് ഗുരുവും ദൈവവും എല്ലാം സാറ് മാത്രം. താങ്ക് യു. ഞാനൊന്ന് തൊട്ടോട്ടെ. അയ്യോ പടച്ചോനെ. ശ്വാസം മുട്ടിട്ടൊന്നും പറയാൻ പറ്റല്ല. എനിക്ക് ഭയങ്കര ജീവനാണ് ട്ടാ. എന്നെ ഇതുപോലെ സ്നേഹിക്കുന്നവർ ഒരുപാട് പേര് കേരളത്തിൽ ഉണ്ടെന്ന് അറിയുമ്പോൾ എന്റെ മനസ്സിനറിയും. ഇതേ സ്നേഹം എനിക്ക് കേരളത്തോടും ഉണ്ട് കേട്ടോ. കൂടെ വർക്ക് ചെയ്ത പഴയ ടെക്നീഷ്യൻസ്, ആർട്ടിസ്റ്റുകൾ, ഇവരെ കുറിച്ചൊക്കെ ഓർത്ത് എന്തെങ്കിലും പറയണമെന്ന് തോന്നുമ്പോൾ എനിക്കും പലപ്പോഴും വാക്കുകൾ കിട്ടാറില്ല. നസീർ സാറ്, ബഹദൂർ കാ, ഉമ്മുക്ക, MG സോമൻ, തിക്കുറിശി സുകുമാരനാശാൻ, സുറാസു, ഇപ്പം മരിച്ചുപോയ ഹനീഫ, ഇവരെയൊക്കെ ഓർക്കുമ്പോൾ എനിക്കും കണ്ട് പോട്ടെ. സാറിപ്പം ഇവിടെ ഏതെങ്കിലും? ആ, കേരളവും എന്റെ നാടല്ലേ, വല്ലപ്പോഴും വരും കുട്ടനാട്ടില് റിലാക്സ് ചെയ്യാം. ഇപ്പൊ ഇവിടെ നിന്ന് യൂറോപ്പിലേക്ക് ലൊക്കേഷൻ ഹണ്ടിങ്, പുതിയ പടത്തിന് വേണ്ടി. ആ പടം കാണാൻ? ആ, വിളിക്കാം, എല്ലാരും വിളിക്കാം. അതല്ല സാറേ, ആ സിനിമ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാവും അറിയില്ല. എന്തുകൊണ്ട്? അത് ഞങ്ങൾക്ക് ഈ റോയെല്ലാം പറഞ്ഞു. ഇതുപോലെ ഒരു അസുഖം വരുമ്പോൾ ആദ്യം ഓർക്കേണ്ടത് ഇതിനെക്കുറിച്ച് എപ്പോഴും ഓർക്കാതിരിക്കണം എന്നുള്ളതാണ്. മരണത്തെക്കുറിച്ചും ഓർക്കരുത്. എല്ലാവരും ചാവും, ഞാൻ ഉൾപ്പെടെ. എങ്ങനെ മരിച്ചു എന്നല്ല, എങ്ങനെ ജീവിച്ചു എന്ന് നോക്കിയാണ് ഫ്യൂച്ചർ നിങ്ങളെ ഓർക്കാൻ പോകുന്നത്. അനോ, നിങ്ങൾക്ക് ഒരു അസുഖമുണ്ട്, ക്യാൻസർ. ക്യാൻസർ എന്ന് പറയപ്പെടുന്നത് ഒരു ശത്രുവെ പോലെയാണ്. ശത്രുവിനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കുക വേണ്ടത്, പേടിച്ച് സറണ്ടർ ആവുകയല്ല. കേട്ടിട്ടുണ്ടാവും, ലാൻസ് ആംസ്ട്രോങ്, യൂറോപ്പിന്റെ ഏറ്റവും വലിയ ചാമ്പ്യൻ, 26 വയസ്സിൽ ക്യാൻസർ. അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തിന്റെ മുമ്പിൽ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ലാൻസ് ആംസ്ട്രോങ് ക്യാൻസറിനെ തോൽപ്പിച്ചു. അതിനുശേഷം 4-5 കൊല്ലം യൂറോപ്പിന്റെ സ്പോർട്സ് ചാമ്പ്യനായിട്ട് തെരഞ്ഞെടുത്തു. Then there is Dennis Hopper, Hollywood actor. Then Mark Spitz, the swimmer. പിന്നെ ആ 4 സ്ത്രീകളും ഫൈറ്റ് ചെയ്യുന്ന പിക്ചർ, ആ ചാർലി സേഞ്ചൽസ്, അതിൽ വരുന്ന ഫാറോ ഫാസറ്റ് അറിയോ? ഫാറോ ഫാസറ്റ് എനിക്കറിയാൻ പാടില്ല. വയസ്സ് എത്രയായി? 27. സത്യ മാസ്റ്റർ? അതറിയാം. ബ്ലഡ് ക്യാൻസർ. പക്ഷെ മൈൻഡ് ചെയ്യുന്നില്ല. ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ബ്രേക്കില് പോയി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്തുകൊണ്ട് വരും. സ്വയം കാർ ഓടിച്ചുകൊണ്ട് പോയിട്ട് തിരിച്ചു വരും. ആരോടും പറഞ്ഞില്ല. അങ്ങനെ ഒരു കാർ ട്രിപ്പിൽ ഞാൻ അദ്ദേഹത്തോടൊപ്പം പോയിട്ടുണ്ട്. ഒരു ചെറിയ ടെക്നീഷ്യനെ കാറിൽ കൊണ്ട് വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് പോയി. എന്നോട് പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല. അങ്ങനെ 10 കൊല്ലം. അദ്ദേഹം തളർന്നു പോയിരുന്നെങ്കിൽ അനുഭവങ്ങൾ പാളിച്ചകളില് ചെല്ലപ്പൻ, സരസയല്ല ഡോക്ടർ, വാഴ്വേമായത്തിലെ സുധി നമുക്ക് കിട്ടില്ലായിരുന്നു. ഈ ലോകം ജയിക്കുന്നവർക്ക് മാത്രമുള്ളതാ, അല്ലേ? സർ, അതിനൊരു പ്രൂഫ് പറയട്ടെ.
ഈ ലോകത്ത് ജനിച്ചു വീഴുന്നവരെല്ലാം ചാമ്പ്യൻസ് ആണ്. എങ്ങനെ? 40 million spermatozoas. അതിൽ ഒരാള് വിജയിച്ച് അമ്മയുടെ ഗർഭപാത്രത്തിൽ പോയി കിടക്കും. അയാൾ ചാമ്പ്യൻ അല്ലേ? പറയും. ആ ചാമ്പ്യനെ തോൽപ്പിക്കുന്നത് നമ്മുടെ ഇഷ്ടമാണ്. ചെയ്യാമോ അത്? ഈ സങ്കടം എല്ലാവർക്കും ഉണ്ടാവും. എനിക്കില്ലേ? ഐ ഹാവ് ലോസ്റ്റ് 4 friends to cancer. ഒരാളുടെ പേര് നിങ്ങൾ അറിയുമായിരിക്കും, ശ്രീവിദ്യ. ബാക്കിയുള്ളവർ സാധാരണപ്പെട്ടവരാണ്. സാധാരണപ്പെട്ടവരെന്ന് വെച്ചാൽ മോശമല്ലേ കേട്ടോ. They're all strong warriors. They fought, some have fought 17, 20 years. ക്യാൻസറോട് മത്സരിച്ച് മരിച്ചുപോയവരാണ്. പിന്നെ മത്സരിച്ച് വിജയിച്ചവരുണ്ട്. ജീവിച്ചിരിക്കുന്ന ആ ക്യാൻസർ അവർ പേഷ്യൻസ് അല്ല, അവർ ക്യാൻസർ സർവൈവേഴ്സ് ആണ്, ചാമ്പ്യൻസ്. അങ്ങനെ 2 ചാമ്പ്യൻസ് എൻ്റെ വീട്ടിലുണ്ട്. എൻ്റെ ഇളയ ചേട്ടത്തി ആൻഡ് മൈ ഓൺ ഗൗതമി. കേട്ടിട്ടുണ്ടാവും, പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. പോട്ടെ, നിങ്ങളുടെ ഈ 4 friendsൽ ഒരാള് വന്നില്ല എന്നും അതുകൊണ്ട് തിരിച്ചു പോകാൻ ആലോചിക്കുകയാണെന്നും റോയ് പറഞ്ഞു. അത് ഞങ്ങള് ഫ്രണ്ടിനെ അന്വേഷിച്ച് പുറകോട്ടല്ല നടക്കേണ്ടത്. വരുമെന്ന് ഉറപ്പോടുകൂടി മുമ്പോട്ട് നടക്കുക. ഗൗരി അല്ലേ പേര്? ആ, ഗൗരി എത്തിക്കോളും. നിങ്ങളുള്ള സ്ഥലത്ത് വന്ന് എത്തുന്ന ആളാണ് യഥാർത്ഥ ഫ്രണ്ട്. തന്നെയല്ല, ഈ രോഗത്തിന് ഏറ്റവും നല്ല മരുന്നുമായിട്ടാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നത്, ഫ്രണ്ട്ഷിപ്പ്. നിങ്ങൾ വെറും 4 friends മാത്രമല്ല, 4 friends. 1 for all for one. താങ്ക് യു സർ. നിങ്ങൾ നടന്നോ? എനിക്ക് വലിയ വച്ചാനെ ഞാനിപ്പോ ഒരുപാട് 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 നന്ദിയുണ്ട് സാർ. അവർക്ക് ധൈര്യവും ആത്മവിശ്വാസമൊക്കെ കൊടുത്ത് കൂട്ടിക്കൊണ്ടുവരുമ്പോഴും സത്യം പറഞ്ഞാൽ എനിക്ക് ആ വിശ്വാസമില്ലായിരുന്നു സാർ. പക്ഷെ ഇപ്പോ ഞങ്ങൾ അങ്ങനെയൊന്നും തോറ്റു കൊടുക്കില്ല സാർ.